അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാറ്. ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ, ആമീൻ. ഒരു സങ്കട വാർത്തയാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്. റമദാൻ മാസമാണ്, അധിക ടൈമൊന്നും ഞാൻ എടുക്കുന്നില്ല. ഈ ഒരു വാർത്ത കേട്ടപ്പോഴാണ് എനിക്ക് ഈ ഒരു മരണം ഓർമ്മയിൽ വന്നത്. ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു മരണമായിരുന്നു ആ സ്ത്രീയുടെ. കഴിഞ്ഞ വർഷം ബറാത്ത് രാവിൽ ആ സ്ത്രീ മരണപ്പെട്ടു. അവരുടെ പേരൊക്കെ ഞാൻ പറഞ്ഞതാണ്. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്തതാണ്. സാധാരണ സ്ത്രീകൾ റമദാൻ മാസം അടുക്കുമ്പോൾ നേരത്തെ കാലത്തെ അവർ ഒരുങ്ങാൻ തുടങ്ങും. ഭയങ്കരമായ ഒരുക്കങ്ങളാണ് സ്ത്രീകൾ നടത്താറ്. അവരുടെ ആ ഒരു സന്തോഷവും ആ ഒരു ഉന്മേഷവും അതൊന്ന് വേറെ തന്നെയാണ്. ബറാത്തിൻ്റെ ആ ഒരു സമയത്തെ ഇവർ റമദാനിന് വേണ്ടി ഒരുങ്ങാൻ തുടങ്ങും. അതുപോലെ തന്നെയായിരുന്നു ഈ ഒരു സ്ത്രീ, മരണപ്പെട്ട ഈ ഒരു സഹോദരിയും. റമദാനിനെ വരവേൽക്കാനുള്ള ആ ഒരു സന്തോഷം ആ സ്ത്രീയുടെ മുഖത്തും ആ സ്ത്രീയുടെ വാക്കിലും കാണാമായിരുന്നു. ഏറെ സന്തോഷത്തിലായിരുന്നു. പല ഒരുക്കങ്ങളായിരുന്നു ആ സ്ത്രീകൾ സ്വരൂപിച്ചു വെച്ചത് റമദാനിന് വേണ്ടി. ബറാത്ത് രാവിൻ്റെ തലേ ദിവസം ഭയങ്കരമായ ഒരുക്കമായിരുന്നു. സാധാരണ സ്ത്രീകൾ വീടിൻ്റെ അക്കും മൂലയും ഒക്കെ വൃത്തിയാക്കി ഉപയോഗശൂന്യമായ സാധനങ്ങളൊക്കെ കളഞ്ഞ് പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വല്ലാത്തൊരു ഒരുക്കമായിരുന്നു. അങ്ങനെ ഈ ഒരു സഹോദരി വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുകയായിരുന്നു. ഉപയോഗശൂന്യമായ സാധനങ്ങൾ, ചപ്പും ചവറുമൊക്കെ വീട്ടിലെ പറമ്പിൽ ഒരു മൂലയിൽ കൂട്ടി കത്തിക്കുകയായിരുന്നു. കത്തിക്കുമ്പോഴായിരുന്നു അബദ്ധത്തിൽ ആ സഹോദരിയുടെ ദേഹത്ത് തീ പിടിക്കുകയായിരുന്നു. പ്ലാസ്റ്റിക് കവറ് കത്തിക്കുമ്പോഴായിരുന്നു അവരുടെ ദേഹത്ത് തീ പടർന്നത്. 90% കത്തിക്കരിഞ്ഞിരുന്നു. റമദാൻ വരുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നു ആ ഒരു സഹോദരിയെ ഓർമ്മ വരും. നല്ലൊരു ദിവസം, നല്ലൊരു മാസമായിരുന്നു ആ സഹോദരി ഈ ലോകത്തോട് വിട പറഞ്ഞ് പടച്ച റബ്ബിലേക്ക് മടങ്ങിയത്. പടച്ച റബ്ബിന് വിളിക്കാൻ തോന്നിയാൽ എവിടെയാണെന്നോ ഇന്ന സ്ഥലമെന്നോ എങ്ങനെയാണെന്നൊന്നുമില്ല, പടച്ച റബ്ബ് വിളിക്കുക തന്നെ. മരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. മരണകാരണങ്ങളെ മാറുന്നുള്ളൂ. കാരണങ്ങൾ പലതരത്തിലായിരിക്കും. പടച്ച റബ്ബ് ആ സഹോദരിക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുടുംബത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. പടച്ച റബ്ബ് അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും നിങ്ങളൊക്കെ ദുആ ചെയ്യണം. പടച്ച റബ്ബിനറിയാം ആരാണ് മരണപ്പെട്ടത്, ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന്. പടച്ച റബ്ബ് നമുക്ക് നല്ലത് മാത്രമേ ചെയ്തു തരികയുള്ളൂ. ചിലപ്പോൾ ആ മരണം അവർക്ക് ഹയറായിരിക്കാം. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും പടച്ച റബ്ബ് കാക്കുമാറാകട്ടെ. ഇന്ന് കേട്ട വാർത്തയായിരുന്നു ഇത്. വിശുദ്ധ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച മാനിപുരം കാവിൽ വീട്ടിൽ സാജിദ് എന്ന 45 വയസ്സുകാരനായ ഇദ്ദേഹമാണ് അപകടത്തിൽ മരണപ്പെട്ടു പോയത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ജീവിതം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ജീവിക്കുന്ന കാലത്ത് നല്ല രീതിയിൽ ജീവിക്കാൻ നമുക്കൊക്കെ പടച്ച റബ്ബ് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇവിടെ ചെയ്ത നന്മ പ്രവൃത്തികൾ മാത്രമേ നമുക്ക് നമ്മുടെ കൂടെ ഖബറിൽ അമലായി കിട്ടുകയുള്ളൂ. അതിന് പടച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ, ആമീൻ. കുന്നമംഗലം പാലത്തിനടുത്ത് വെച്ചായിരുന്നു ഈ ഒരു വാഹനാപകടമുണ്ടായത്. മാനിപുരം സ്വദേശിയായിരുന്നു സാജിദ്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചാണ് ഈ ഒരു മരണം സംഭവിക്കുന്നത്. കൂടെ ഒരാൾ കൂടി അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ നില അതീവ ഗുരുതരമാണത്രേ. പടച്ച റബ്ബേ, അവർക്ക് എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫയാക്കി കൊടുക്കണേ റബ്ബേ. അവിടെ നിന്നും സലാമത്താക്കി കൊടുക്കണേ റബ്ബേ. നടപടി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഖബറടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. നമുക്ക് ഈ ചാനലിൽ കൂടി ഒരുപാട് കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. പടച്ച റബ്ബേ, അർഹമു റഹീമായ റബ്ബേ, സാജിദ് എന്ന ഈ ഒരു സഹോദരൻ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. അവർക്ക് നീ മഅഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. സ്വർഗ കപാടം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ സഹോദരന് ഈ റമദാൻ മാസത്തിലെ പ്രതിഫലവും മഅഫിറത്തും നീ നൽകണേ റബ്ബേ. അവരുടെ ഖബർ നീ വിശാലമാക്കി സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ഇവരുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മ പ്രവൃത്തികളും ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ നിനക്കറിയാലോ റബ്ബേ. അവർക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണേ റബ്ബേ. നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. ജീവിതത്തിന് വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബേ. പടച്ച റബ്ബേ, കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. മാരകമായ രോഗത്തിൽ
രോഗത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. പഠിച്ച റബ്ബേ, ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ പൂർണ്ണ ഷിഫയാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ ജീവിതം നീ റായത്തിലാക്കി കൊടുക്കണേ റബ്ബേ. ക്യാൻസർ പോലുള്ള മാരകമായ രോഗത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. നമ്മുടെ ഉമ്മമാർക്ക് ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, ആരോഗ്യം കൊടുക്കണേ റബ്ബേ. പഠിച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പഠിച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എല്ലാവരും ദുആ ചെയ്യുക. ഞാനും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്.